നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു തൊടുകുറി വീഡിയോ ആണ്. ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറ്റിലയും അടയ്ക്കയുമാണ്. ഈ പറഞ്ഞ രണ്ട് വസ്തുക്കളും നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ വിരളമായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിലും ഇത് ദൈവിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഈശ്വരാംശം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം, ഒരു ദക്ഷിണ കൊടുക്കാനാണെങ്കിൽ അടക്കയും വെറ്റിലയും അതിനോടൊപ്പം ഒരു നാണയം കൂടി വെച്ചിട്ടാണ് നമ്മൾ ദക്ഷിണ കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ദക്ഷിണ അവിടെ പരിപൂർണമാവുകയുള്ളൂ. അതുപോലെ തന്നെ വസ്ത്രം ദാനം ചെയ്യുക, പണം ദാനം ചെയ്യുക എന്നിവ തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് ഇവ രണ്ടും ദൈവിക ചൈതന്യം നിറഞ്ഞ വസ്തുക്കളാണെന്ന് എടുത്തു പറയാൻ കാരണം. അപ്പൊ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നമ്പർ 1 രേഖപ്പെടുത്തിയിരിക്കുന്ന വെറ്റിലയോ അല്ലെങ്കിൽ നമ്പർ 2 രേഖപ്പെടുത്തിയിരിക്കുന്ന അടക്കയോ, ഇതിൽ ഏതാണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത്, അതായത് നിങ്ങളുടെ മനസ്സിന്റെ ചായ്വ് ഇതിൽ ഏതിലേക്കാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട്. ഇങ്ങനെ പറയാൻ കാരണം, ഈ താമ്പൂല പ്രശ്നം വയ്ക്കുന്ന സമയത്ത് എടുക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൂടെ ചേർത്തിട്ടാണ് ഈ പ്രാവശ്യം ഈ തൊടുകുറി ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇങ്ങനെയാകുമ്പോൾ ഇതിന്റെ ഫലം പരമാവധി കൃത്യമായിട്ട് തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തൊടുകുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ 1-ാം നമ്പർ ആയിട്ടുള്ള വെറ്റില തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, നിങ്ങൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റുള്ളവരും സന്തോഷത്തിലായിരിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകളാണ് നിങ്ങൾ. എന്നാൽ ഈയിടെയായിട്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കുറച്ചു കാലമായിട്ട് നിങ്ങളുടെ ഇങ്ങോട്ടുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ അത് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമാകുന്നു എന്ന് പറയുന്നത് പോലെ തൊട്ടു തൊട്ടില്ല എന്ന അത്രയും അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈയിടെയായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മാത്രമല്ല അത് നടത്തുവാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് പരാജയം മാത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫലം വെറും പരാജയമാണ്. വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. പറയാൻ കാരണം, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ സമയദോഷമാണെന്ന് നിശ്ചയമായിട്ടും പറയാവുന്നതാണ്. വാസ്തവം പറയുകയാണെങ്കിൽ വിങ്ങിപ്പൊട്ടിയുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ നിങ്ങൾ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ശരി തന്നെയാണ്. ഇത് പറയാൻ കാരണം, പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ കുടുംബം വളരെ ഊഷ്മളമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നും. എന്നാൽ ചില അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ചില കലഹങ്ങൾ കുടുംബത്തിൽ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയദോഷം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം അങ്ങോട്ട് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാളുകളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. ഈ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു തൊടുകുറി ഫലത്തിൽ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇവിടെ തൊടുകുറി ഫലപ്രകാരം കാണുന്നത്, നിങ്ങൾ പലകുറി ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ വീണ്ടും മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലമാകുന്നതാണ്. നിങ്ങൾക്കതിൽ നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. പല പ്രാവശ്യം ശ്രമിച്ചാൽ ഒരു പ്രാവശ്യം നടക്കുമെന്ന് പറയുന്നത് പോലെ ഈ പ്രാവശ്യം നിങ്ങൾക്കുള്ള അനുകൂല സമയമാണ് സംജാതമായിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്, എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഒറ്റയ്ക്കിരിക്കുക. എന്നിട്ട് മനസ്സിനെ നന്നായി ഏകാഗ്രമാക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളുടെ ആഗ്രഹം
അത് നടത്തി തരയണമേ എന്ന് ഏകാന്തമായിട്ട് ആവശ്യപ്പെടുക, അതായത് പ്രാർത്ഥിക്കുക. അതോടുകൂടി ആ നടന്നു കിട്ടാനുള്ള സാധ്യത 95% ഉയരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 1 വെറ്റില തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്പർ 2 അടക്ക തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ്. നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത് വളരെയധികം ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഈ പറഞ്ഞ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് പറയുന്നതിലും ശരി, അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതാണ്, അതാണ് കൂടുതൽ ശരി. അതെന്തുകൊണ്ടെന്നാൽ ഈയിടെയായിട്ട് നിങ്ങളിലുള്ള ഈശ്വര ചൈതന്യം ഒരല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ ഈ ഒരു തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് പറയാൻ കാരണം ഇവിടെ ഈ ഫലപ്രകാരം കാണുന്നത് ചില നെഗറ്റീവ് സ്വഭാവമുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ ഇപ്പോൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ട് വരികയാണ്. ഈ പറഞ്ഞത് പ്രത്യക്ഷമായിട്ടാകാം, അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ ആകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ സ്വതവേയുള്ള ആ ഒരു ഈശ്വരാംശം നിങ്ങളുടെ മനസ്സിലുള്ള ആദി, ഉത്കണ്ഠ പോലുള്ള നെഗറ്റീവ് വിചാരങ്ങളുടെ ആധിക്യം മൂലം അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ദൈവിക ചൈതന്യം നിങ്ങൾ തിരികെ പിടിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ തൊടുകുറി ഫലമായിട്ട് നിങ്ങൾക്ക് കാണുന്ന മറ്റൊരു കാര്യം, ഉപകാരം ചെയ്തു കൊടുക്കാൻ പോയത് കൊണ്ട് സ്വന്തം നിലനിൽപ്പ് അത് അപകടത്തിലായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ഇപ്പോൾ മാത്രമല്ല, നിങ്ങളുടെ വിശാലമായിട്ടുള്ള മനസ്സിന് മുൻപും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു മനസാക്ഷി കാരണം, അല്ലെങ്കിൽ ആ ഒരു മനസ്സിലെ ചിന്തകൾ കാരണം പലപ്പോഴും നിങ്ങൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഞാനിവിടെ ഇത് പറഞ്ഞതിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അന്യരെ സഹായിക്കേണ്ടതില്ല എന്നല്ല. ഇവിടെ ഈ പറഞ്ഞു വരുന്നത് സ്വന്തം നിലനിൽപ്പ് നോക്കി അത് ഭദ്രമാക്കിയതിനു ശേഷം വേണം നിങ്ങൾ പരിചയമുള്ളവരെയാണെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്തവരെയാണെങ്കിലും നിങ്ങൾ സഹായിക്കാൻ പോകുവാനായിട്ട്. തന്റെ കഷ്ടപ്പാടുകൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം നിങ്ങളിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരാറുമുണ്ട്. ഇത് ഈ പറഞ്ഞ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാല്, വാഹനം കുറച്ച് ദിവസത്തേക്ക് ഓടിക്കാൻ കൊടുക്കുക, പണം വായ്പയായിട്ട് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജാമ്യം നിൽക്കുക, അതുമല്ലെങ്കിൽ അവർ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണെന്ന് ധരിച്ച് അവർക്ക് വേണ്ടി മറ്റുള്ളവരോട് നിങ്ങൾ ബഹളത്തിന് പോവുക. ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ്. ഞാനിവിടെ പറയുന്നത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യുവിനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഇനിയെങ്കിലും വരും വരായികകളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്ന ഒരു സന്തോഷ വാർത്ത എന്തെന്നാൽ, നിങ്ങളുടെ മനസ്സ് കൊച്ചുകുട്ടികളുടെ മനസ്സ് പോലെ നിഷ്കളങ്കമായിട്ടുള്ളതും പരിശുദ്ധമായിട്ടുള്ളത് കൊണ്ട് തന്നെ അല്പം വൈകിയാണെങ്കിലും ദൈവാനുഗ്രഹം നിങ്ങളിൽ വന്ന് നിറയുന്നതാണ്. ആ ഒരു നിമിഷം മുതൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ദൈവാനുഗ്രഹം വീണ്ടും വന്നു ചേരും. അതിന് സമയവും അധികം എടുക്കില്ല. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ തൊടുകുറി ഫലങ്ങളിൽ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നടന്നു കിട്ടുന്നതാണ്. പക്ഷെ അതിന് അല്പം കാലതാമസം എടുക്കുന്നതാണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ഈ ദൈവാനുഗ്രഹം നിങ്ങളിൽ വേണ്ടുവോളം ഉണ്ടായിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം മൂലം അല്പം നിങ്ങൾക്ക് ഈശ്വര ശക്തിയിൽ നിന്നും അകന്നാണ് നിൽക്കുന്നത്. അതായത് ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ ദേവാലയ ദർശനവും പ്രാർത്ഥനയും കൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ അതോടുകൂടി അവസാനിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടാനുള്ള സാധ്യതയും വർദ്ധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള അടയ്ക്ക തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.